ഹായ് ഓൾ. ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിൽ രാവിലെ തന്നെ ഒരു SL അടിക്കുക ചെയ്തത്. കാരണം നമ്മൾ ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡ് 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് ട്രേഡ് എടുത്തു. അത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുക ചെയ്തത്. അങ്ങനെ രാവിലെ ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടി. അതിനുശേഷം ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുത്തു. അത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ ഇറങ്ങിയത്. പിന്നീട് ഞാൻ ട്രേഡൊന്നും എടുത്തില്ല, വേറെ കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് വേറെ ട്രേഡിനൊന്നും നിന്നില്ല. ഇന്ന് ചെറിയൊരു പ്രോഫിറ്റിലാണ് ഞാൻ ഇറങ്ങിയത്. ചില ആൾക്കാർക്ക് ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ട്രേഡ് എടുത്തിരുന്നു, അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റും കൂടി കിട്ടിയിരുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ ആ ട്രേഡൊന്നും എടുത്തില്ല, ചെറിയൊരു ബ്രേക്ക് ഇവനില്ല ഇന്നത്തെ ദിവസം ഞാൻ ഇറങ്ങിയത്. നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ പറഞ്ഞാൽ ഒരു 25,000 മുതൽ 25,020 വരെ ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ മുമ്പ് ഇന്നലെ പറഞ്ഞതിന് 24,950, 24,800 ഇത്രയാണ് പ്രധാനപ്പെട്ട 24,900 ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത്. പിന്നെ മുകളിലേക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 25,100, 25,80 മുതൽ 25,100 വരെ, പിന്നെ 25,150, 25,200 മുതൽ 220 വരെ ഇത്രയാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. 25,900 താഴെ വരുന്നത് 25,800 ആണ് കേട്ടോ. 25,800 ഒരു സപ്പോർട്ടും കൂടിയായിട്ട് വരുന്നുണ്ട്. നാളെ മാർക്കറ്റിൽ ചെറിയൊരു ബിയറിഷ് വ്യൂ തന്നെയാണ് എനിക്കുള്ളത്. നോക്കട്ടെ, അതായത് 25,000 ബ്രേക്ക് ചെയ്താൽ കുറച്ചൊരു താഴത്ത് 24,950 തന്നെ ബ്രേക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ കുറച്ചും കൂടി താഴത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 24,850 വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 25,950 ബ്രേക്ക് ചെയ്താൽ. ഓക്കെ, ഇതാണ് നാളത്തെ ഒരു ഏകദേശം ഒരു നിഫ്റ്റിയിലുള്ളൊരു വ്യൂ. അത് വെച്ചിട്ട് വേണം നാളെ ട്രേഡ് എടുക്കുക. അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്കൊരു കഴിഞ്ഞ ഡൗൺ സൈഡിലേക്ക് തന്നെ എടുക്കാം. ഏതെങ്കിലും റെസിസ്റ്റൻസിൽ തട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് എടുക്കാം. അല്ല, നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രമേ ഞാൻ സൈഡിലേക്ക് നോക്കുന്നുള്ളൂ. ആരെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറുന്നുണ്ടോ നോക്കിയിട്ട് ട്രേഡ് സൈഡിലേക്ക് നോക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നിഫ്റ്റിയിൽ എൻ്റെ ഏകദേശം വ്യൂ. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. നമ്മൾ കൃത്യമായി ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് തന്നെയായിരുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോയത്. പക്ഷേ നമുക്ക് ആ ട്രേഡ് ഞാൻ നോക്കിയില്ല, ഞാൻ നിഫ്റ്റി മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആരും എടുത്തില്ല എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ. നാളെ നമുക്ക് ഇതേ ലെവലുകൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഫോളോ ചെയ്യുക. അതായത് 55,800, 55,600, പിന്നെ 56,200, 56,400. 56,200, 56,400 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. 55,800, 55,600 ഓരോരോ സപ്പോർട്ടായിട്ട് എടുക്കാം. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. ഇത് നോക്കിയിട്ട് നമുക്ക് നാളത്തെ ട്രേഡ് എടുക്കാം. നാളെ എന്തായാലും ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരിക്കും. എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഗ്രൂപ്പിലും കൂടി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ടൊക്കെ മിക്കവാറും ട്രേഡ് ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഗ്രൂപ്പിലും കൂടി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.